Name. Bhavana. Real name. Karthika. Date of birth. Date of birth എല്ലാവർക്കും അറിയുന്നതായിരുന്നു. ഞാൻ മറച്ചു വെക്കുന്നില്ല. It's 6686. Relationship status. ഞാൻ പറയില്ല. Height. I don't know, maybe 5.5. Weight. 55. Your most beautiful feature. I think മൂക്ക്. എനിക്കറിയില്ല, മൂക്ക് ഇരിക്കട്ടെ ഇപ്പൊ തൽക്കാലത്തേക്ക്. ഫ്രണ്ട്സ് ആക്കാൻ ഏറ്റവും നല്ലത് മെയിൽ ഓർ ഫീമെയിൽ? എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും എനിക്ക് രണ്ടിലും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഭാവന വിനയം ഭാവിക്കാറുണ്ടോ? ഒട്ടുമില്ല. കള്ളസ്നേഹം ഭാവിക്കാറുണ്ടോ? കള്ളസ്നേഹവും ഇല്ല. എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ മുഖത്ത് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇഷ്ടം ഞാൻ അധികം സംസാരിക്കില്ല. വന്നാലും ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഫേക്ക് ചെയ്യാൻ അറിയില്ല. എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറയുന്നത്. ഭാവന ഹോട്ട് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ എന്തെങ്കിലും വീഡിയോ വരികയാണെങ്കിൽ അതിന് പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഐ മീൻ ഇപ്പം അവർ മാക്സിമം ഹോട്ട് എന്നുള്ള എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഞാൻ ഓടുമ്പോൾ സാരി മാറി അല്ലെങ്കിൽ ഞാൻ വീഴുമ്പോൾ പിന്നെ എൻ്റെ ഉടുപ്പ് അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞത് അതിലുള്ളതാണ്. അത് മാത്രം എടുത്ത് കണ്ട് കമന്റ് എഴുതുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. 2003 ഭാവന വന്നത്. Now tell me, ഏത് വർഷമാണ് ഭാവനയുടെ ലൈഫ് ചേഞ്ച് ആയത് അതിനുശേഷം? Until 2006-7 maybe. ഞാൻ വേറൊരു ഡൈമെൻഷനിലേക്ക് പോയി. അതായത് ഞാൻ വേറൊരു ലാംഗ്വേജ് ചെയ്യാൻ തുടങ്ങി, തമിഴ്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് എന്നെ പറ്റി സ്വയം കുറേ ഞാൻ വിലയിരുത്താൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് മേ ബി 2006-7 ഞാൻ 15 വയസ്സിലാണ് വന്നത്. എന്നെ അങ്ങനെ ഒരു ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. നീ ഇന്ന ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഇതുപോലത്തെ മേക്കപ്പ് യൂസ് ചെയ്യണം, നിനക്കത് ചേരുന്നില്ല, ഇത് ചേരുന്നു എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വളരെ എന്താ പറയുക, ഒട്ടും ബോധോടായിരുന്നില്ല എൻ്റെ ലുക്സിനെ പറ്റിയിട്ട്. അങ്ങനെ ഒന്നും എനിക്ക് പറ്റിയ മേക്കപ്പ് ആണോ അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ലിപ്സ്റ്റിക് ആണോ എനിക്ക് പറ്റിയ ഡ്രസ്സാണോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. സ്കിന്ന് നോക്കിയിരുന്നില്ല, ഒന്നും. ഞാനിങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കും. ഞാൻ മെയിനായിട്ട് ലൊക്കേഷനിൽ വന്നിരുന്നത് ഡംഷാർട്സ് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും വിളിക്കുകയായിരിക്കും, നമുക്ക് ഡംഷാർട്സ് കളിക്കാം എന്ന് പറഞ്ഞിട്ട് സിനിമ പേര് അഭിനയിച്ച് കാണിക്കാം, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ. ഷൂട്ടിങ് എൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോട്ട് റെഡി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നുകൊണ്ട് ഞാൻ പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് വരാം. അങ്ങനെയായിരുന്നു. ഒട്ടും ഞാൻ ബോധോടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒക്കെ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് കുറേയൊക്കെ എന്നെ തന്നെ ലേൺ ചെയ്യിപ്പിച്ചത്. അതായത് ഓക്കെ, ഞാൻ തടി കുറയ്ക്കണം അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്യണം, എൻ്റെ സ്കിന്ന് ഞാൻ ഗൗരവം പിന്നെ ഇല്ല, സ്കിന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾ ടി-വിയിൽ ഭാവന തുള്ളിച്ചാടുന്നത് കണ്ടിട്ടുള്ളത് സാധാരണ മറ്റുള്ളവർ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ്, സ്പെഷ്യലി സെലിബ്രിറ്റീസ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ. സോ ഭാവനയ്ക്ക് ഞാൻ ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് തരാൻ പോവാണ്. ഈ ഗിഫ്റ്റിന് പ്രത്യേകതയുണ്ട്. ഈ ഗിഫ്റ്റിനകത്ത് ഭാവന ചിയർ ചെയ്യുന്ന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സൈൻ ചെയ്തിട്ടുണ്ട്. റിയലി? ലാലേട്ടനോ? ഓ നൈസ്. മോഹൻലാൽ. ഇത് എവിടുന്ന് കിട്ടി? ഇറ്റ്സ് ഫോർ യു. താങ്ക് യു ലാലേട്ട, താങ്ക് യു സോ മച്ച്. വെൽ ഇല്ല, അത് എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. എന്നാ എനിക്കത് കിട്ടിയേയില്ല. ചോദ്യം നമ്പർ 1, ഹിറ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? ഹിറ്റ് മൂവിന്ന് ചോദിച്ചാൽ എന്താന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഹിറ്റ് വിക്കറ്റ് ക്രിക്കറ്റിനെ കുറിച്ച് എന്തൊക്കെ അറിയാം ഭാവനയ്ക്ക്? സത്യം പറയണം. എനിക്ക് ഫസ്റ്റ് ഇയർ പോകുമ്പോ ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ എന്തിനു പോയി? എന്നെ വിളിച്ചു, ഞാൻ പോയി. ഞാൻ പ്രിയൻ സാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിസി ചേച്ചിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഒന്നും അറിയില്ല ക്രിക്കറ്റിനെ പറ്റി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വാ, നമുക്ക് അതൊക്കെ ശരിയാക്കാം. അങ്ങനെയാണ് ഞാൻ പോയത്. ഫസ്റ്റ് ഇയർ പോയപ്പോൾ എനിക്ക് ഒന്നും അറിയണം. ഇപ്പം എല്ലാം അറിയാമെന്നല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടാൽ എനിക്കറിയാം. രാജീവ് പിള്ള ഇടയ്ക്ക് പറയാറുണ്ട്, അതിർത്തി കടന്ന് പന്തടിച്ചു കഴിഞ്ഞാൽ ഭാവന ഗോൾ ഗോൾ എന്ന് വിളിക്കാറുണ്ട്. അത് അവര് ചുമ്മാ ഉണ്ടാക്കിയിരുന്ന തമാശ. അവർ വെറുതെ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു തമാശയുണ്ട്. ആ തമാശയല്ല, ഞാൻ അങ്ങനെ അറിയാതെ ഞാൻ ഫസ്റ്റ് മാച്ച് കാണാൻ പോയപ്പോൾ ലാസ്റ്റ് ഇയർ കേട്ടോ, ഈ കഴിഞ്ഞ വർഷമല്ല, എനിക്കൊന്നും അറിയില്ല ക്രിക്കറ്റിനെ പറ്റി. ഞാൻ ചെന്നപ്പോൾ ചെന്നൈയും പിന്നെ നമ്മുടെ കേരള ടീമായിട്ട് കളിക്കുക. ഞാൻ ചെന്നെ രാജീവും നിവിനും തോന്നുന്നുണ്ട് ബാറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട്. ഞാൻ ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഞാൻ വന്നത്, ഇവർ രണ്ടുപേരും ബാറ്റ് ചെയ്യുന്നു, ബാക്കിയെല്ലാം നമ്മുടെ ചെന്നൈ ടീം ഫുൾ ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് 2 പേര് മാത്രം കളിക്കുന്നു, ആ ടീമിൽ എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് നീ ദയവ് ചെയ്ത് മിണ്ടരുത്, ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നോട്. സത്യത്തിൽ അങ്ങനെ ചോദിച്ചു. ഞാൻ അമ്പയർ കാണിക്കുന്ന ചില സിഗ്നൽസ് കാണിക്കും. ഇത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാവന യു വിൻ ദിസ് പ്രൈസ്. ഇതൊക്കെ അവസാനം വരെ നെറ്റിലൊക്കെ പോയിട്ട് ആൾക്കാർ കംപ്ലീറ്റ് കാണാൻ പോകുന്നതാണ്. ലെറ്റ്സ് സീ. ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? 6. ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? 4. ഇങ്ങനെ കാണിച്ചാൽ എന്താണ്? ഇതെന്താ? ഇതാ ഔട്ട്. ഇതെന്താ? അത് തല കറങ്ങുന്നുണ്ട്. ഉത്തരം കേട്ടിട്ട് എനിക്കാണ് തല കറങ്ങുന്നത്. ഇതിനെ ഫ്രീ ഹിറ്റ് എന്ന് പറയാം. നോ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ 6 അടിക്കാൻ വേണ്ടി. ഞാൻ അതായത് കാണിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇത് ഭാവനയ്ക്കുള്ളതാണ്. അങ്ങനെ എങ്ങനെയോ അത് കിട്ടി.
ഭാവനയുടെ അഭിപ്രായത്തിൽ ഡിഫൈൻ പെണ്ണ് അയ്യോ ഇതെന്താ, ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്നാ ഡിഫൈൻ ആണ്. അയ്യോ ഡിഫൈൻ ആണ്. സംസാരത്തിലും ഇരിപ്പിലും നടപ്പിലും ഒരു കെയറിങ്ങിലും പെൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ അവൻ ഒരാണായിരിക്കണം. അല്ലാതെ എനിക്ക് ഭയങ്കര മാൻലി ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടം. കുറെ ഇങ്ങനെ ഹി 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 എന്ന് പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. എൻ്റെ ഒരു മാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യണം. എനിക്ക് ഇവിടുന്ന് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. അങ്ങനെ എത്ര മാൻമാരുമായി പ്രണയത്തിലായിട്ടുണ്ട്? എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. മലയാളിയുടെ ഒരു മോശം സ്വഭാവം എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ അടക്കമുള്ളവരെയാണ് പറയുന്നത്. കുറച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ സ്വന്തം ആളായിരിക്കും. അതുവരെ കുറച്ച് ബുദ്ധിമുട്ട്. ഭാവന എന്ന പെൺകുട്ടിയുടെ കഴിവുകൾ, അടുക്കള കഴിവുകൾ ഞാൻ പരീക്ഷിക്കുകയാണ്. അടുക്കളയിൽ ബോട്ടിലിൽ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുടെ പേരുകൾ പറയൂ, കേക്കട്ടെ. ഉപ്പ്, പഞ്ചസാര, പരിപ്പ്, പിന്നെ ഉഴുന്നും പരിപ്പ്, കടുക്, ജീരകം, പെരുംജീരകം, കായം. ഇതൊക്കെ യഥാക്രമത്തിൽ ഉപയോഗിക്കാൻ അറിയോ? അതെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭാവനയ്ക്ക് ഇഷ്ടമുള്ള 2 വെജിറ്റബിൾസ് ഏതാ? എപ്പോ ഭക്ഷണം കഴിച്ചാലും ഇഷ്ടപ്പെടുന്ന 2? കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ട, കോവയ്ക്ക, പിന്നെ പയറ്. കണ്ണടയ്ക്കൂ. എന്തിനാ കണ്ണടയ്ക്കൂ? കൈ കാണിക്കൂ. കോവയ്ക്കും പയറും പച്ചക്ക് കഴിച്ചത്. ഞാൻ നോക്ക്, കോവയ്ക്കും പയറും കിട്ടിയിരിക്കണം എനിക്ക് ഇന്റർവ്യൂല് വന്നിട്ട്. ലോകത്തെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. നടിക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് റോ മെറ്റീരിയൽ ഞങ്ങൾ തരും. വീട്ടിൽ പോയി സ്വന്തമായിട്ട് പാചകം. ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ കോവയ്ക്ക ഉപ്പേരിയും പിന്നെ പയറ് തോരനും ഉണ്ടായിരുന്നായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ തരാട്ടോ, പച്ചക്കറി ഒക്കെ ആയിട്ട് പോവാൻ. ഒന്നുകിൽ പയറുപ്പേരി അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. ഓക്കെ, പയറ് പറയാം. കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടുക, എന്നിട്ട് കഴുകി പിന്നെ മറ്റേ ചീഞ്ചട്ടിയിലിട്ടിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് പയറ് പൊടി റെഡി. ഇതാ രുചിയൂറുന്ന ചിക്കൻ മസാല നിങ്ങളുടെ മുന്നിൽ. പയറിട്ടിട്ട് ഇതാ രുചിയൂറുന്ന ചിക്കൻ മസാല നിങ്ങളുടെ മുന്നിൽ. അയ്യോ. ഭാവന ആസ് ആൻ ആക്ട്രസ് 5 കൊടുക്കണോ 10 കൊടുക്കണോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ. ആസ് എ ഹോട്ട് ആക്ട്രസ് ഞാനോ? ഭാവനയുടെ ബുദ്ധി. അയ്യോ എന്താ 5? ഓക്കെ. ഭാവനയുടെ ജനറൽ നോളജ് മേ ബി ഭാവന 3 or 4. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ നന്നായി പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ തന്നെ എന്നെ ഡീഗ്രേഡ് ചെയ്യരുതില്ല. എന്നെ മാർക്കറ്റ് ഇടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭാവന ഹണിബി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചാൽ എത്രയായി? ഹണിബി ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ പിന്നെ അത് ഞാൻ പറയില്ല. ഭാവന അടിച്ചാൽ ഭാവനയുടെ സ്റ്റെബിലിറ്റി ഔട്ട് ഓഫ് 5. സ്റ്റെബിലിറ്റി ഉണ്ടോ? 3. ഭാവനയും ഒരു NRI-നെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് എന്താ? എനിക്ക് നമ്മുടെ നാട് മീൻസ് നമ്മുടെ ഒരു ഇന്ത്യ വിട്ട് എനിക്ക് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് പോയിട്ട് വരാൻ താല്പര്യമുണ്ട്. എനിക്ക് വേൾഡ് ടൂർ ഇഷ്ടമാണ്. ഞാൻ പോകും. ലൈക്ക് മേ ബി 20-25 ഡേയ്സ് എനിക്ക് താമസിക്കാൻ പറ്റും. ഒരു ലൈഫ് ലോങ് വേറെ കൺട്രിയിൽ ഒരു സെക്കൻഡ് സിറ്റിസണായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭാവന ഒരു സിനിമ നടനെ അല്ലെങ്കിൽ ഒരു സിനിമ പ്രവർത്തകരെ കല്യാണം കഴിക്കാനുള്ള ചാൻസ്? എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെ അറിയുന്ന ആൾക്കാരെ ആവുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് വിചാരിക്കും. അപ്പോൾ ആ 4-ൽ ആരോ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുടുങ്ങിയേക്കും. 2014 ഭാവന കല്യാണം കഴിക്കും. യു വിൽ? Yes, that's what I'm planning. I don't know. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. അത് കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഫൈനലി വാട്ട് യു തിങ്ക്? അതായത് ഭാവന ഇപ്പോൾ ഹണിബിയിലെ ഹണിബിയാണ്, ഭാവന ഇൻഡസ്ട്രിയിലെ ഹണിബിയാണ്. ഭാവന പറന്ന് നടക്കുകയാണോ അതോ ഭാവനയ്ക്ക് സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കി കൂട്ടിനകത്ത് ക്വീൻ ആയിട്ടിരിക്കണം? എനിക്ക് കുറച്ച് പറന്ന് നടക്കാൻ ഇഷ്ടമാണ്. പറന്ന് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യമില്ല. ഇപ്പം ഞാൻ വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ വീട്ടിൽ കുറേ ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലോസ്റ്റ് ആയി പോകും, ഷോന്നായി പോകും. ഞാൻ വീട്ടിൽ കുറേ ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ബുക്ക് വായിക്കും, കുറേ സോങ്സ് കേൾക്കും, കുറേ DVD എടുത്തുകൊണ്ട് വന്ന് മൂവി കാണും. പക്ഷെ എന്നാലും ഒരു 15-20 ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആരും ഇല്ല എന്നൊക്കെ തോന്നി പോകും. ഭാവനയുടെ ലൈഫും കപ്പ TV തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. എന്താ അത്? എനിക്ക് കപ്പ കഴിക്കാൻ ഇഷ്ടം. കപ്പ കഴിക്കാനോ? കപ്പ മറ്റേ കൊള്ളി, ഞങ്ങൾ തൃശ്ശൂർ കൊള്ളി എന്നാ പറയാ, ഇവിടെ കപ്പ എന്നാ പറയാ. എനിക്ക് കൊള്ളി പുഴുങ്ങിയത്, കൊള്ളി, പിന്നെ അതുപോലെ മറ്റേ കൂട്ടാൻ വെക്കുന്നതൊക്കെ എനിക്കിഷ്ടം. കൊള്ളി വറുത്തതും. അതുകൊണ്ടോ ഇനി ഞാനൊരു ഡയറ്റിലാണ് മനുഷ്യ, എന്നെങ്കിൽ നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത്. ഇങ്ങനെയൊന്നും പറയരുത്. ഭാവനയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്,
കപ്പ ചിപ്സ് ഇസ് ഫോർ ഭാവന. താങ്ക് യു സോ മച്ച്. എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കപ്പ TV എന്നെ ഏതോ ഒരു നടിയില്ലേ ഇതിൻ്റെ പിന്നിൽ എന്നെ തടി വെപ്പിക്കാൻ എന്നെനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം എനിക്കറിയില്ല ഇത് എയർ ചെയ്യുമ്പോൾ ആൾക്കാർ ഇനി എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ബാറ്റ് കിട്ടി വിത്ത് ലാലേട്ടൻ്റെ സിഗ്നേച്ചർ. ഡയറി മിൽക്ക് സിൽക്ക് കിട്ടി. കപ്പ വറുത്തത് കിട്ടി. നാളെ ഉച്ചയ്ക്കലത്തെ എനിക്ക് കറി വെക്കാനായിട്ട് കോവയ്ക്കയും പയറും കിട്ടി. പിന്നെ അത് ഞാൻ വരച്ച എൻ്റെ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്.